എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആൻഡ് ഹീലറാണ്. ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഹീലിങ്ങിനെയൊക്കെ പറ്റിയാണ്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരുടെ ജീവിതത്തിലും 24/7 നടക്കുന്നുണ്ടല്ലേ? അത് നമ്മുടെ ചിന്തകളിൽ കൂടിയാണ് നടക്കുന്നത്. നമ്മുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മുടെ ജീവിതം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. അതായത് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം. പാസ്റ്റിൽ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് നമുക്കുണ്ടായിരിക്കും അല്ലേ? അതെല്ലാം നമ്മളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടായിരിക്കും. ആ നെഗറ്റീവ് ഇമോഷൻസിനെ ഹീൽ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കുറേ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറാൻ തുടങ്ങും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഒരു എനർജി ഉണ്ട്. എനർജി എന്ന് പറയുമ്പോൾ രണ്ടാണല്ലേ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഈ എനർജിയിൽ നിന്ന് ഒരു തരംഗം പുറത്തു പോകുന്നുണ്ട്. അതതിന് വൈബ്രേഷൻ എന്ന് പറയുന്നു. അപ്പം നമുക്ക് ചുറ്റിനും ഈ എല്ലാ എനർജി നമ്മുടെ ചുറ്റിനും എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് ഹാപ്പി, ജോയ്, മണി, ഹാപ്പി റിലേഷൻഷിപ്പ്, അങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ട് അല്ലേ? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ദേഷ്യം, വിഷമം, ഗിൽറ്റ് അല്ലേ? അങ്ങനെ കുറേ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ചുറ്റിനും ഉണ്ടായിരിക്കും. അപ്പം നമ്മളിൽ അതിനും ഒരു ഊർജ്ജമുണ്ട്, നമ്മളിലൊരു ഊർജ്ജമുണ്ട് അല്ലേ? നമ്മുടെ വൈബ്രേഷൻ എന്താണോ, അതായത് നമ്മളുടെ ചിന്തകളിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു വൈബ്രേഷൻ ആ ഒരു ചിന്തകളിൽ കൂടി, അതായത് ആ ഒരു സംഭവത്തുമായിട്ട് മാച്ചായി നമ്മുടെ ലൈഫിൽ വീണ്ടും വീണ്ടും നടക്കും. അതായത് നമ്മളെല്ലാവരും പറയുന്നത് ഈ പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ലാംഗ്വേജ് എന്താണ്? പ്രപഞ്ചത്തിന് ലാംഗ്വേജ് ഇല്ല. അതായത് നമ്മളിപ്പോൾ മലയാളമാണോ, ഇംഗ്ലീഷാണോ, ഹിന്ദിയാണോ, അതൊന്നും ഏത് ഭാഷ പറഞ്ഞിട്ടും കാര്യമില്ല. പ്രപഞ്ചത്തിന് മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷയാണ് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ്. ആ ഫീലിങ്സിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു തരംഗമുണ്ട്. ആ തരംഗം പ്രപഞ്ചത്തിൽ പോയിട്ട് ആണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ ആ ചിന്തകൾക്കൊരു ഇമോഷൻസ്, ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കും. അതായത് ഞാനിപ്പോൾ ഒരു ഹാപ്പി മൊമെൻറ്റിനെ പറ്റി ആലോചിക്കുകയാണെന്ന് വെച്ചോ. എൻ്റെ ലൈഫിൽ ഇതുവരെ അത് നടന്നിട്ടില്ല, പക്ഷേ എനിക്കത് വേണം, അതൊരു നല്ലൊരു കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് അത് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം എൻ്റെ ഉണ്ടാവും അല്ലേ? ആ സന്തോഷം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫീലിങ്സ് എന്ന് പറയുന്നത്. ആ ഫീലിങ്സിൽ നിന്ന് ഒരു തരംഗം പ്രപഞ്ചത്തിൽ പോവും. അതായത് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പം നമ്മളിൽ നിന്നൊരു തരംഗം പുറത്തു പോവുകയും സെയിം മാച്ചായിട്ടുള്ള, അതായത് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ സെയിം മാച്ചായിട്ടുള്ള കാര്യം എൻ്റെ ലൈഫിൽ വരികയും ചെയ്യുന്നു. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ അറിയണമെങ്കിൽ ആദ്യം ലോ ഓഫ് വൈബ്രേഷൻ അറിയണം. അതായത് നമ്മളിൽ നിന്ന് പുറത്തു പോകുന്ന തരംഗങ്ങളെ പറ്റി അറിയുക. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇനി ഹീലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹീലിംഗ് എന്ന് പറയുന്നത്, ഹീലിംഗ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ഒരുപാട് പാസ്റ്റ് ട്രോമാസ് കൂടിയായിരിക്കും ചിലപ്പോൾ കടന്നു പോകുന്നത് അല്ലേ? അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് ഹീലിങ്ങിലൂടെ മാറ്റാം. അതെങ്ങനെയെന്നുള്ളത് സിമ്പിളാണ്. അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറയാം. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരു എനർജിയാണ്. അതെന്ത് എനർജിയാണ്? നെഗറ്റീവ് എനർജിയാണ്. ഈ എനർജി ഒരിക്കലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല, പക്ഷെ നമുക്കതിനെ ട്രാൻസ്ഫർ ചെയ്യാം. അതായത് നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീനെ നമ്മൾക്ക് മാറ്റാം. അതെങ്ങനെ മാറ്റാം? ആ എനർജീനെ നമ്മളൊരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. മോർ ദാൻ 8 ലൈൻസ്, 8 ലൈൻസിൽ കൂടുതൽ എഴുതുക. എന്തിനാണ് അങ്ങനെ പറയുന്നത്? 8 ലൈൻസ് ആകുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉപബോധ മനസ്സ് ഉണർന്ന് പറയാൻ തുടങ്ങുന്നത്. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്ന്. ആദ്യത്തെ 8 ലൈൻസ് നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല, പക്ഷേ എഴുതിക്കൊണ്ടിരിക്കുക. 8 ലൈൻസ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള എന്ത് ഫീലിങ്സ് ആണോ അത് പുറത്തു വരുന്നത്. അപ്പം ആ എന്ത് ഇമോഷനാണോ നിങ്ങളെ അലട്ടുന്നത് ആ ഇമോഷൻ നിങ്ങൾ 8 ലൈൻസിൽ കൂടുതൽ
എഴുതുക. 1, 2, 3 എത്ര പേജ് ആയാലും കുഴപ്പമില്ല, എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം അത് വായിക്കരുത്. കാര്യം വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് ബ്രെയിനിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് നമ്മളിൽ നിന്ന് പോകണം അല്ലേ? അതിനാണ് നമ്മൾ എന്താ ചെയ്തു, നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീനെ നമ്മൾ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അതിനെ നമുക്ക് ബേൺ ചെയ്ത് കളയുക. അതായത് കത്തിച്ച് കളയുക. കീറിക്കളഞ്ഞാലും മതി. പക്ഷെ ബേൺ ചെയ്യുമ്പം ഒരു ഫീലിംഗ് റിലാക്സ്, നമുക്കത് ഒരു ഫീല് തോന്നും. അതായത് എൻ്റെ ഉള്ളിൽ നിന്ന് അത് പോയി എന്നൊരു ഫീല് തോന്നാറുണ്ട്. അപ്പം അതിനെന്ത് ചെയ്യുക, കത്തിക്കുക. കത്തിച്ചിട്ട് ആഷസ് എന്ത് വേണോ ചെയ്യുക, സിങ്കിൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് കളയുകയോ എന്ത് വേണോ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾക്കൊരു ഫീല് തോന്നും. അതായത് ആ ഇൻസിഡൻറ്റ് പിന്നെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിങ്സും ഇല്ലാത്തൊരവസ്ഥ എത്തുമ്പോൾ അതിനെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അതായത് ഹീലായി കഴിഞ്ഞു, ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതിനെയാണ് ബേണിംഗ് ബോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറേ നല്ല ആ സ്ഥാനത്ത് നമ്മൾ കുറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ഹീൽ ചെയ്തതിന് ശേഷം, അതായത് ആ പേപ്പർ ബേൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്ഥാനത്ത്, അതായത് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നതാണ്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് 2 വിധം, 4 വിധമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്, കോൺഷ്യസ്, സബ് കോൺഷ്യസ്. അതായത് കോൺഷ്യസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കോൺഷ്യസ്ലി ഞാൻ റെക്കോർഡ് ചെയ്യുവാണ്. പക്ഷേ എൻ്റെ ഉപബോധ മനസ്സ്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, വേറെ പല ചിന്തകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഉപബോധ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ കാര്യം ചെയ്യാൻ കോൺഷ്യസ്ലി എനിക്ക് ചെയ്യണം. അതായത് ഞാൻ ബോധത്തോടെ എനിക്കിത് ചെയ്യണം. പക്ഷേ ഉപബോധ മനസ്സ് എന്ത് ചെയ്യും, പല പല പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കാണിച്ചരും. നീ അന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ഉണ്ടായി, നിന്നെ കൊണ്ട് പറ്റില്ല. കാര്യം എന്താണ്, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ മൈൻഡിൽ റെക്കോർഡായിരിക്കുന്നത്. കാര്യം നമ്മുടെ കൂടെ ഉള്ള പലരും നമ്മളോട് പറഞ്ഞതും നമ്മുടെ എക്സ്പീരിയൻസും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഉപബോധ മനസ്സിലാണ്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ഉപബോധ മനസ്സിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കേണ്ടത്. അതിന് ഉപബോധ മനസ്സിനെ നമ്മൾ 1 ടൈം 2 ടൈം എന്നും പറഞ്ഞിട്ട് അത് ട്രെയിൻ ആവില്ല. അതിനെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പം എപ്പോഴും പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം ഈ ലോ ഓഫ് അട്രാക്ഷൻ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഉപബോധ മനസ്സിനെ വേണം ട്രെയിൻ ചെയ്യാൻ. അതിന് സിമ്പിൾ ടെക്നിക്കിലൂടെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ചേഞ്ച് ആവുകയും പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുകയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേഗം നടക്കുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.